ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. ശ്യാമ ഫംഗ്ഷനിൽ പാട്ടുപാടിയെന്ന് കേൾക്കുമ്പോൾ അത് കേട്ട് അമ്പരന്ന് നിൽക്കുകയാണ് വാസുദേവനും ദേവകിയും. മോളെ, നീ എന്താ അവിടെ പാടിയതെന്ന് വാസുദേവൻ ചോദിക്കുമ്പോൾ അരുന്ധതി മേഡം പറഞ്ഞിട്ടാണെന്ന് ശ്യാമ പറയുന്നു. അവര് സമ്മതിച്ചോ എന്ന് ദേവകി ചോദിക്കുമ്പോൾ അരുന്ധതിയും വിസ്മയും അവിടെ ഉണ്ടായിരുന്നെന്നും അവർ പറഞ്ഞിട്ടാണ് താൻ പാടിയതെന്നും ശ്യാമ പറയുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന വർമ്മ ചോദിക്കുകയാണ്, അല്ല നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ പറയുന്നത്? ശ്യാമയ്ക്ക് പാട്ട് പാടണമെങ്കിൽ അരുന്ധതിയുടെ അനുവാദം വേണോ? ഇത് കേൾക്കുന്ന ശ്യാമ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുമ്പോൾ വർമ്മ പറയുകയാണ്, നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. തുടർന്ന് വാസുദേവൻ പറയുകയാണ്, ശ്യാമ എന്റെ സ്ഥാനം തന്നെയാ സാറിന് നൽകിയിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ കാര്യങ്ങളെല്ലാം സാറിന് വിസ്മയെ അറിയില്ലേ? അറിയാലോ, വിസ്മയുടെ പാട്ടിന്റെ ആരാധകരാ ഞാനും വസുവും. എങ്കിൽ വിസ്മയല്ല പാടുന്നത്, വിസ്മയ്ക്ക് വേണ്ടി പാടുന്നത് ശ്യാമയാണ്. പണ്ടൊരിക്കൽ അപ്പുവിനൊരു അത്യാസന്ന നില വന്നപ്പോൾ ശ്യാമയുടെ ശബ്ദം വിസ്മയ്ക്ക് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് അവരൊരു കരാറുണ്ടാക്കി. അതിനുശേഷമാ അപ്പുവിന്റെ ചികിത്സയൊക്കെ നടന്നത്. ഇത് കേൾക്കുന്ന വർമ്മ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇതിനെ ഞാൻ ബുദ്ധിമോശമെന്നേ പറയൂ. ഞാൻ എന്താണെങ്കിലും ശ്യാമയോടൊന്ന് സംസാരിക്കട്ടെ, ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അത്രയും പറഞ്ഞുകൊണ്ട് വർമ്മ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇതൊക്കെ കേട്ടിട്ടെ സത്യം പറഞ്ഞാ നിനക്ക് രണ്ട് തല്ലാ തരേണ്ടത്. പിന്നെ നിന്നെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ മോനുണ്ടല്ലോ അവനും കൊടുക്കണം രണ്ടെണ്ണം. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, അഖിൽ സാറ് ഇതില് നിരപരാധിയാ. കല്യാണത്തിന് മുമ്പായിരുന്നു ഞാൻ ആ കരാറിൽ ഒപ്പിട്ടത്. പിന്നെ ഈ അടുത്ത അഖിൽ സാറ് ഈ കാര്യമെല്ലാം അറിഞ്ഞത് അവരോട് പ്രശ്നത്തിനും പോകാനിരുന്നതാ. ഞാനും അച്ഛനും അമ്മയും ഒക്കെ തടഞ്ഞു വെച്ചിട്ടാ. അഖിൽ സാറ് കൃഷ്ണതുളസി എന്ന പേരിൽ എന്നെ കൊണ്ട് പാട്ടുപാടാനൊക്കെ ശ്രമിച്ചതാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ശബ്ദം പോയപ്പോൾ അത് നിന്നു. കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി മുന്നോട്ട് എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. ആ അരുന്ധതിയുടെ കടം ഞാൻ വീട്ടാം. ആ പൊട്ട എഗ്രിമെന്റ് ഞാൻ അങ്ങ് പിൻവലിപ്പിക്കാം. അങ്ങനെ ദൈവം തന്ന നിന്റെ ശബ്ദം വെച്ച് വിസ്മയ അങ്ങ് സ്റ്റാർ ആകണ്ട. ആ അരുന്ധതിയെ വിളിച്ചേ ഇപ്പൊ തന്നെ നമുക്ക് ഈ എഗ്രിമെന്റ് അവസാനിപ്പിക്കണം. വർമ്മ സാറേ, ഒന്നും തോന്നരുത്, അത് ഞങ്ങളായിട്ടുണ്ടാക്കിയ കടമാണ്, ഞങ്ങൾ തന്നെ വീട്ടിക്കൊള്ളാമെന്ന് വാസുദേവൻ പറയുന്നു. ഇവിടെ ശ്യാമയുടെ കാര്യത്തില് ഞാനെന്നോ നീയെന്നോ നോക്കണ്ട, ഞാൻ ആത്മാർത്ഥമായി തന്നെയാ പറഞ്ഞതെന്ന് വർമ്മ പറയുമ്പോൾ ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണെന്നും ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നും വാസുദേവൻ പറയുന്നു. ശരി, എങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷേ ഇനി മുതൽ ശ്യാമ ആർക്കു വേണ്ടിയും പാടാൻ പാടില്ല. ശ്യാമയുടെ ശബ്ദം ശ്യാമയ്ക്ക് മാത്രം സ്വന്തമാണ്. എങ്കിൽ ഞാൻ ഇറങ്ങുകയാണ്. പോകുന്ന വഴിക്ക് എനിക്ക് അകിയെ കൂടി ഒന്ന് കാണണം. അച്ഛാ, അഖിൽ സാറിന് ഇതിൽ തെറ്റുകാരനൊന്നുമല്ലെന്ന് ശ്യാമ പറയുമ്പോൾ അതൊക്കെ ഞാൻ അവനോട് ചോദിക്കട്ടെ. പിന്നെ മോളെ, മറ്റൊരു കാര്യം കൂടി, നിന്റെയും അകിയുടെയും വെഡിങ് ആനിവേഴ്സറി നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ആഘോഷിക്കാം, അതും ഗംഭീരമായിട്ട്. അച്ഛാ, അതെങ്ങനെ ശരിയാകും? അമ്മ പ്രശ്നമുണ്ടാക്കില്ലേ? വസുവിനെ സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാം, നീ അതേക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ ആകണ്ട. പിന്നെ അന്നത്തെ ആ ഫംഗ്ഷനിൽ വെച്ച് ഞാൻ ഒരു പ്രഖ്യാപനം നടത്താൻ പോവുകയാ. ഇത് കേട്ടിട്ട് വസു വരെ ഞെട്ടും. മികച്ച ഒരു ഗായികയാണ് ശ്യാമയെന്ന്. അന്നു മുതൽ വസുവിന് മോളോട് സ്നേഹം മാത്രമല്ല ആരാധനയും തുടങ്ങും. ഇത്രയും പറഞ്ഞ് വർമ്മ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയുടെ വീടാണ്. മമ്മി അവിടെ കണ്ടില്ലേ, ശ്യാമ പാട്ടുപാടി. എല്ലാവരും അവളെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി. പക്ഷേ അതെല്ലാം കിട്ടേണ്ടത് എനിക്കല്ലായിരുന്നോ? ഞാനപ്പോ ശബ്ദമില്ലാത്ത ഒരാളെ പോലെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിസ്മയ കരയുമ്പോൾ അരുന്ധതി പറയുകയാണ്, മോളെ, നീ ഇങ്ങനെ പറഞ്ഞ് എന്നെയും കൂടി തകർക്കാതെ. ഇതിനോടകം തന്നെ വർമ്മ നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റിന്റെ കാര്യമെല്ലാം അറിഞ്ഞു കാണും. ഇതാണെങ്കിലും മോള് വിഷമിക്കണ്ട, ഇതിന് എന്ത് ചെയ്യണമെന്നൊക്കെ മമ്മിക്ക് നന്നായി തന്നെ അറിയാം. നിന്റെ പ്രശസ്തിക്ക് വേണ്ടി ഒരാളെ കൊല്ലേണ്ടി വന്നാൽ പോലും മമ്മിക്ക് അത് മടിയില്ല. മമ്മി അത് ചെയ്തിരിക്കുമെന്നൊക്കെ അരുന്ധതി പറയുമ്പോൾ എനിക്ക് സമാധാനമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അഖിലിന്റെ പച്ചക്കറി കടയാണ്. പച്ചക്കറി കടയിലേക്ക് വർമ്മ ചെല്ലുകയാണ്. വർമ്മയെ കാണുമ്പോൾ അഖിലിന് സന്തോഷമാവുകയാണ്. എന്റെ മോന്റെ ബിസിനസ് എങ്ങനെയുണ്ടെന്ന് അറിയണല്ലോ, അതിനു വേണ്ടിയാ ഞാൻ വന്നത്. അച്ഛൻ എന്നെ കളിയാക്കിയതാണോ എന്ന് അഖിൽ ചോദിക്കുമ്പോൾ വർമ്മ പറയുകയാണ്, ഒരിക്കലുമല്ല. കോട്ടും സുട്ടുമൊക്കെ ഇട്ട് നടന്ന നിനക്ക് ഇത് ചെയ്യാനുള്ള മനോധൈര്യം ഉണ്ടായല്ലോ, അതിന് ഞാൻ നിന്നെ അഭിനന്ദിക്കുകയാണ്. തുടർന്ന് വർമ്മ പറയുകയാണ്, ഞാനേ ഇന്നൊരു ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു വലിയ അത്ഭുതമാ നടന്നത്. ഞാനേ ഫംഗ്ഷൻ അല്പം ലേറ്റ് ആയിട്ടാ ചെന്നത്. ഞാൻ ചെന്നപ്പോൾ ഒരു പെൺകുട്ടി അവിടെ നിന്ന് പാട്ട് പാടുകയാ. എന്താ ഒരു ശബ്ദം, എന്താ ഒരു ഭാവം. ആ പെൺകുട്ടി ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. എന്നിട്ട് എന്തായി എന്ന് അഖിൽ ചോദിക്കുമ്പോൾ വർമ്മ പറയുകയാണ്, എന്നിട്ട് എന്താകാനാ, പാട്ട് തീർന്നപ്പോൾ ഞാൻ കൈയടിച്ചു. പിന്നെ അവിടെ കരഘോഷമായിരുന്നു. എന്നിട്ട് എന്തായെന്ന് അഖിൽ ചോദിക്കുമ്പോൾ ഞാൻ നേരെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് ഞാൻ പറഞ്ഞു, ഇവൾ എൻ്റെ മകന്റെ ഭാര്യയാണ്, ഇവള് എൻ്റെ മകളാണെന്ന്. ഇത് കേൾക്കുന്ന അഖില് ഒരു ഞെട്ടലോടെ വർമ്മയെ നോക്കുമ്പോൾ വർമ്മ പറയുകയാണ്, അങ്ങനെ എൻ്റെ മകൻ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന രഹസ്യം അച്ഛൻ കണ്ടെത്തിയിരിക്കുകയാണ്. അതച്ഛാ, അതിൻ്റെ ഇടയ്ക്ക് ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി, അതാ ഞാനൊന്നും പറയാതിരുന്നത്. എടാ, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഞാൻ ശ്യാമയുടെ അച്ഛനെയും അമ്മയും കണ്ട് സംസാരിച്ചിട്ടാ വരുന്നത്. ഇനിയെങ്കിലും ശ്യാമ ലോകമറിയുന്ന പാട്ടുകാരിയാകണം. അതിനു വേണ്ടത് എന്താന്ന് വെച്ചാൽ നീ ചെയ്യണം. വർമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മ്യൂസിക് ഡയറക്ടർ വരികയാണ്.
അഖിൽ എന്താ ഇവിടെയെന്ന് അയാൾ ചോദിക്കുമ്പോൾ ഇതെന്റെ പച്ചക്കറി കടയാണെന്ന് അഖിൽ പറയുന്നു. അല്ല, ബിസിനസ്സുകാരനായ അഖിൽ പച്ചക്കറി കട നടത്തുന്നോ? അതെന്താണ്? അഖിലിന്റെ അച്ഛൻ ആനന്ദവർമ്മയും നല്ലൊരു ബിസിനസ്സുകാരനല്ലേ? അയാളോട് ചോദിച്ചാൽ സഹായം കിട്ടില്ലെന്നൊക്കെ മ്യൂസിക് ഡയറക്ടറോട് ചോദിക്കുമ്പോൾ അഖിൽ പറയുകയാണ്, ചില ഫാമിലി ഇഷ്യൂസ് കാരണം അതൊന്നും വേണ്ടെന്ന് വെച്ചിരിക്കുകയാ സാർ. എങ്കിലും അഖിലിന്റെ അച്ഛൻ കണ്ണിൽ ചോരയില്ലാത്തൊരു മനുഷ്യനായി പോയല്ലോ എന്നൊക്കെ ആ ഡയറക്ടർ പറയുന്നു. അല്ല, നമ്മുടെ കൃഷ്ണതുളസിയുടെ കാര്യം എന്തായി? ശബ്ദം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണതുളസിയുടെ ശബ്ദം ശരിയായെന്ന് അഖിൽ പറയുന്നു. എങ്കിൽ നമുക്ക് ആ പഴയ മ്യൂസിക് പൊടി തട്ടിയെടുത്താലോ? ഞാനത് ഇതുവരെ ആരെക്കൊണ്ടും പാടിപ്പിച്ചിട്ടില്ല. കൃഷ്ണതുളസി പാടിയാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന വർമ്മ പറയുകയാണ്, അതിനെന്താ സാർ, ശ്യാം ഉറപ്പായും പാടും. ശ്യാമയോ? അതാരാണെന്ന് ആ ഡയറക്ടർ ചോദിക്കുമ്പോൾ അഖിൽ പറയുകയാണ്, കൃഷ്ണതുളസിയുടെ യഥാർത്ഥ പേര് ശ്യാമ എന്നാണ്. ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ട് സാർ, അതുകൊണ്ടാ പേര് അങ്ങനെ ഇട്ടത്. തുടർന്ന് ഡയറക്ടർ ചോദിക്കുകയാണ്, അല്ല ഇതാരാ? സാർ നേരത്തെ പറഞ്ഞില്ലേ കണ്ണിച്ചോരയില്ലാത്തൊരു മനുഷ്യനെന്ന്? ആ മനുഷ്യനാണ് ഞാൻ, ഇവന്റെ അച്ഛൻ ആനന്ദവർമ്മ. സോറി, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിന്. അതൊന്നും കുഴപ്പമില്ല സാർ. എപ്പോൾ വെക്കാം റെക്കോർഡിംഗ് എന്ന് വർമ്മ ചോദിക്കുമ്പോൾ അഖിലിനും ശ്യാമയ്ക്കും പറ്റുന്ന സമയം പറഞ്ഞാൽ മതിയെന്നും എപ്പോൾ വേണമെങ്കിലും ഞാൻ അതിന് റെഡിയാണെന്നും ഡയറക്ടർ പറയുന്നു. എങ്കിൽ ഏറ്റവും അടുത്തൊരു ദിവസമാകട്ടെ എന്ന് വർമ്മ പറയുമ്പോൾ അതിനോട് സമ്മതം പറയുകയാണ് അഖിലും. അങ്ങനെ ആ ഡയറക്ടർ അവിടെ നിന്ന് പോയതിനു ശേഷം അഖിലിനോട് വർമ്മ പറയുകയാണ്, ശ്യാമ നിന്റെ പെണ്ണാണ്. ശ്യാമയെ പ്രശസ്തയാക്കേണ്ടത് നിന്റെ കടമയാണ്. ഇത് കേൾക്കുന്ന അഖില് ചിരിച്ചുകൊണ്ട് നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.